സോ ഓപ്പറേറ്റേഴ്സിൽ അടുത്തൊരു ഓപ്പറേറ്ററാണ് കമ്പാരിസൺ ഓപ്പറേറ്റർ. സോ നമുക്ക് ആ ഒരു ഓപ്പറേറ്റേഴ്സ് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. സോ പേര് പോലെ തന്നെ കമ്പാരിസൺ ചെയ്യുക അല്ലെങ്കിൽ ലോജിക്കൽ ആയിട്ടുള്ള ചില ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഓപ്പറേറ്റേഴ്സ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു ലെസ് ദാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിൽ വരുന്നതാണ് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതുപോലെ തന്നെ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് കമ്പാരിസൺ ഓപ്പറേറ്റർ. ഇപ്പോൾ എ ഇസ് ഈക്വൽ ടു 5. അപ്പോൾ എ ലെസ് ദാൻ 15 ആണോ എന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. എ ഗ്രേറ്റർ ദാൻ 15 ആണോ എന്ന് ചെക്ക് ചെയ്യാം. എ ഈക്വൽ ടു 15 ആണോ എന്ന് ചെക്ക് ചെയ്യാം. എ നോട്ട് ഈക്വൽ ടു 15 ആണോ എന്ന് ചെക്ക് ചെയ്യാം. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്നതാണ് ഈ കമ്പാരിസൺ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രിന്റ് ഫംഗ്ഷനകത്ത് എയുടെ വാല്യൂ 5 ആണ്. സോ എ ലെസ് ദാൻ 5 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഫോൾസ് ആയിരിക്കും. കാരണം 5 തന്നെയാണ്, 5 ചെറുതല്ല. അപ്പോൾ പ്രിന്റ് ഫംഗ്ഷൻ എ ഗ്രേറ്റർ ദാൻ 5 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. എ അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 5 ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ട്രൂ ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ ട്രൂ ഓർ ഫോൾസ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. സോ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. എയുടെ വാല്യൂ 5 കൊടുക്കാം. 5 കൊടുത്തിട്ട് പ്രിന്റ് ഫംഗ്ഷനകത്ത് ചെക്ക് ചെയ്യാം. എ ഗ്രേറ്റർ ദാൻ 5 ആണോ എന്ന് ചെക്ക് ചെയ്യാം, അല്ല ലെസ് ദാൻ 5 ആണോ എന്ന് ചെക്ക് ചെയ്യാം. സോ ആണെങ്കിൽ ഫോൾസ് എന്നാണ് റിസൾട്ട് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഗ്രേറ്റർ ദാൻ കൊടുത്തു നോക്കാം. ഗ്രേറ്റർ ദാൻ കൊടുത്തിട്ട് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. കാരണം 5 തന്നെയാണ് വരുന്നത്. ഇപ്പോൾ 4 കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ട്രൂ ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ആണ്. ഓക്കെ, ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വേണമെങ്കിൽ ഈക്വൽ ടു കൊടുക്കുന്ന സമയത്ത് ഒരു ഈക്വൽ ടു കൊടുത്തിട്ട് ചെക്ക് ചെയ്യാം. 5 കൊടുത്തു, ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ട്രൂ ആണ്. കാരണം 5 അല്ലെങ്കിൽ 5-നേക്കാളും മേളിലാണ്. അതാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 അല്ലെങ്കിൽ 5-നേക്കാളും മേളിലാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മീൻസ് ചെയ്യുന്നത് 5 ആണ് അല്ലെങ്കിൽ 5-നേക്കാളും താഴെയാണ്. അപ്പോൾ ഇതും ട്രൂ ആയിരിക്കും വാല്യൂ വരുന്നത്. ദെൻ ഇവിടെ നമുക്ക് നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ നോട്ടിൻ്റെ ആ ഒരു ഇത് കൊടുക്കാം. ദെൻ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഫോൾസ് ആയിരിക്കും കിട്ടുന്നത്. കാരണം നോട്ട് ഈക്വൽ ടു 5 അല്ല. ഈക്വൽ ടു 5 കൊടുത്താൽ ആ വാല്യൂ ട്രൂ ആയിരിക്കും. കാരണം അപ്പോൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ആയിട്ടുള്ള വാല്യൂ ആണ് കിട്ടുന്നത്, ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ആണോ അല്ലോ എന്നുള്ള കമ്പാരിസൺ ചെയ്യുവാണ്. ഗ്രേറ്റർ ദാൻ ആണോ, ലെസ് ദാൻ ആണോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ, ഈക്വൽ ടു ആണോ, നോട്ട് ഈക്വൽ ടു ആണോ, അങ്ങനെയുള്ള ഒരു കമ്പാരിസൺ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ള രീതിയിൽ ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിൽ. സോ ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. സോ നിങ്ങൾ ചെയ്ത് ഔട്ട്പുട്ട് എടുത്ത് നോക്കുക. സോ നമുക്ക് അടുത്ത സെക്ഷനിൽ അടുത്ത ടോപ്പിക് ആയിട്ട് കാണാം. ബൈ.